സംഘികളെ, ഒരു യഥാർത്ഥ ഹിന്ദു എന്താണെന്നും ആ ഹിന്ദുവിന് എന്താണ് പറയാനുള്ളത് എന്നും ഒന്ന് കേട്ടു നോക്കൂ. നമുക്കറിയാം ബലിപെരുന്നാളാണ് വരുന്നത്. എന്നാൽ ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകൾ, പ്രത്യേകിച്ചും ഉത്തർപ്രദേശ്, യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് ഒക്കെ ബലിപെരുന്നാളിന് നമസ്കാരം, റോട്ടിൽ നിന്നും നമസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് ബാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് യഥാർത്ഥ ഒരു ഹിന്ദു എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കാം. 10 मिनट के नमाज से कोई एतराज नहीं है और हम सब सनातनी हिंदू अपने मुसलमान भाइयों के नमाज के वक्त उनकी सुरक्षा कवच बनकर करवा दीजिए मस्जिद में। जब आपको सड़क पर ही नमाज पढ़वाना है तो क्या ताला लगवा दीजिए मस्जिद में। कल तुम कहते ना कि सड़क पर अगर जागरण करना है तो मंदिर में ताला लगा दो। तुम्हारे बाप का है मंदिर है मस्जिद है, तुम्हारे बाप की बपौती है, तुम बंद करा दोगे, योगी आदित्यनाथ बंद करा देगा। आप ही ना बंद करो। जो भी धार्मिक आस्था के साथ खिलवाड़ करेगा, चाहे वो बौद्ध धर्म के लोग हो, जैन धर्म के लोग हो, ईसाई धर्म के लोग हो, सिख धर्म के। ഇതാണ് യഥാർത്ഥ ഒരു ഹിന്ദു. ഒരു യഥാർത്ഥ ഹിന്ദു ചിന്തിക്കുന്നത് എങ്ങനെയാണ്? കേട്ട് പഠിക്കണം സംഘികളെ. അതായത് റോട്ടിൽ നിന്നും നിസ്കരിക്കുന്ന മുസ്ലിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് യഥാർത്ഥ ഹിന്ദുക്കൾ നിൽക്കുമെന്നാണ് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, അതിൽ നിന്നും ഒരു റിപ്പോർട്ടർ ചോദിക്കുകയുണ്ടായി, സ്ട്രീറ്റിൽ നിന്നും നമസ്കരിച്ചു കഴിഞ്ഞാൽ പള്ളികൾ പൂട്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിന് ഇയാൾ കൊടുത്തിട്ടുള്ള മറുപടി ഇത്രയേ ഉള്ളൂ: അമ്പലങ്ങൾ പൂട്ടിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് ജഗ്രാൻ എന്ന് പറയുന്നത് ഒരു ഹിന്ദു റിച്വൽ ആണ്. ഇത് സ്ട്രീറ്റിൽ നിന്ന് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങൾ പൂട്ടിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇയാൾ പിന്നീട് സംസാരിച്ചിട്ടുള്ളത്. അതായത് ഒരു യഥാർത്ഥ ഹിന്ദു ഇങ്ങനെയാണ് സംസാരിക്കുക അല്ലെങ്കിൽ ആലോചിക്കുക. അതായത് ഹിന്ദുവിന്റെയും മുസ്ലിംസിന്റെയും ക്രിസ്ത്യൻസിന്റെയും മറ്റു റിലീജിയനിലുള്ള ആളുകളുടെയൊക്കെ റിച്വൽസ്, അതുപോലെ അവരുടെയൊക്കെ ഫെസ്റ്റിവൽ ഒക്കെ നടക്കണം. ഒന്നുകിൽ എല്ലാം നടത്തണം, ഇല്ലെങ്കിൽ ഒന്നും നടക്കേണ്ട. അതായത് ഈക്വാലിറ്റി. ഒന്നുകിൽ എല്ലാ ഫെസ്റ്റിവൽസും സ്ട്രീറ്റിൽ നിന്നും നടത്താനുള്ള, റോഡിൽ നിന്നും നടത്താനുള്ള പെർമിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നിനും അനുവദിക്കാതിരിക്കുക. ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലെ, UP അടക്കമുള്ള നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും ഒരുപാട് പള്ളികൾ അടിച്ചു തകർത്തിട്ടുണ്ട്, അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പള്ളിയിൽ നിന്ന് മാത്രമേ നമസ്കരിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പല പള്ളികളും പൊളിച്ചു കഴിഞ്ഞു. ഇതിൽ എനിക്ക് മനസ്സിലാവാത്തത്, പല റിലീജിയസ് ഫെസ്റ്റിവൽസും ഈ പറയുന്ന റോഡിലൊക്കെ നടക്കാറുണ്ട്. അത് ചിലപ്പോൾ 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസങ്ങളൊക്കെ ആയിട്ട് ഈ റിലീജിയസ് ഫെസ്റ്റിവൽസ് നടക്കാറുണ്ട്. ഈ പറയുന്ന ട്രാഫിക് ജാംസും അതുപോലെ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളൊക്കെ അപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ മുസ്ലിംസിന്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം, അതായത് ഈ ബലിപെരുന്നാൾ നിസ്കാരം അല്ലെങ്കിൽ മറ്റു നിസ്കാരങ്ങൾ, പെരുന്നാൾ നിസ്കാരങ്ങൾ ഒക്കെ വരുമ്പോൾ, ഈ നിസ്കാരം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു കാര്യമാണ്. പക്ഷെ ഇതിനെ ഇവർ എതിർക്കുന്നു. ഈ കേരളത്തിലുള്ള BJPക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരല്ല, ഞങ്ങൾ ഒരു മതത്തിനും എതിരല്ല എന്നും പറഞ്ഞിട്ടാണ് ഇവിടെയുള്ള BJPക്കാർ നടക്കുന്നത്. പക്ഷേ അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാവും, ഈ പ്രവർത്തികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? ഇവർ മുസ്ലിങ്ങൾക്ക് എതിരാണെന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഇന്ത്യ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി, ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ആളുകളുടെ ഫോക്കസ് തിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അതുപോലുള്ള ഒരു പുതിയൊരു പ്രശ്നമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രൊട്ടസ്റ്റിനുള്ള കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം ബലിപെരുന്നാളാണ് വരുന്നത്. അപ്പോൾ അന്ന് അവിടെ ഒരു എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ്സും അതുപോലെ സ്റ്റുഡൻസും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. സ്റ്റുഡൻസിനോട് അവർ ചെയ്യുന്നത് കണ്ടില്ലേ? ഇവരുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യമായിട്ടുള്ള കാര്യത്തിന് തന്നെയാണ്. കാരണം ഒരു റിലീജിയന്റെ ഫെസ്റ്റിവൽ നടക്കുന്നു. ആ ഫെസ്റ്റിവലിന്റെ അന്ന് എന്തിനാണ് ഈ ഒരു എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്? അത് മാത്രമല്ല, ആ ലീവ് എന്ന് പറയുന്നത് അതൊരു പബ്ലിക് ഗസറ്റഡ് ഹോളിഡേ ആണ്. അതായത് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ള ഒരു ഹോളിഡേ ആണ്. അപ്പോൾ എന്തിനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ള ഒരു ഹോളിഡേന്റെ അന്ന് തന്നെ ഈ ഒരു എക്സാം വെച്ചിട്ടുള്ളത്? അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഉദ്ദേശം ഒന്നുമില്ല. ഇതുപോലെ
കുട്ടികൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നീറ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രശ്നം, അതുപോലെ ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ്, നമ്മുടെ രൂപയുടെ മൂല്യം കുറയുന്നത്, അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ, പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില വർദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ ആളുകളുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, കാരണം നമുക്കറിയാം കോക്രോച്ച് ജനതാ പാർട്ടി അവരിപ്പോൾ ഒരു ആഹ്വാനം വെച്ചിട്ടുണ്ട്, അതായത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻ ചെയ്യണമെന്ന്. പക്ഷേ അത് പറഞ്ഞിട്ടുള്ള പല പോസ്റ്റുകളും ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഡെമോക്രസി എന്ന് പറയുന്നത്. കാരണം ജനങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും ഒന്നും പറയാൻ പറ്റില്ല. പറയുമ്പോൾ അപ്പോൾ തന്നെ ആ അക്കൗണ്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ പോസ്റ്റ് അങ്ങ് റിമൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഇന്ത്യസ് ഡെമോക്രസി. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഓൾ ഇന്ത്യൻ സ്റ്റുഡൻസ് അസോസിയേഷൻ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അനന്യ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. मुर्दाबाद मुर्दाबाद। जय भीम, लाल सलाम साथियों, मेरा नाम अनन्या और मैं अफसर हूँ। आज जब हम यहाँ पर 11 साढ़े 11 बजे कॉमन स्टूडेंट्स इकट्ठा होते हैं, क्योंकि हमारी ये डिमांड थी कि आने वाले 28 मई को जब ईद उल अजहा का फेस्टिवल है, तो यहाँ पर किस ऑडेसिटी से दिल्ली यूनिवर्सिटी के एग्जामिनेशन ब्रांच ने एग्जाम होल्ड किए हैं। जब उसके खिलाफ ऐसा प्रोटेस्ट करता है तो सिर्फ लॉ फैक्ट तक उसको सीमित किया जाता है और ऑर्डर करते हैं कि सिर्फ लॉ फैक्ट में उसके एग्जाम पोस्टपोन करके 4 जुलाई को कर दिया जाए। जब हम उसकी डिमांड करते हैं कि स्टूडेंट्स ऑल ओवर दिल्ली यूनिवर्सिटी में पढ़ते हैं, कॉमन स्टूडेंट्स, फर्स्ट ईयर, सेकंड ईयर, थर्ड ईयर स्टूडेंट्स हैं, उनका क्या होगा, तो ये हमें खदेड़ना स्टार्ट करता है, हमारी बात नहीं सुनते। जब हम यहाँ पर पीसफुली इकट्ठा होते हैं, उसके बाद हम एक मेमोरेंडम कहते हैं कि सबमिट करेंगे, साइंस कर देते हैं, अपने नाम भेज देते हैं, सब कुछ दे देते हैं, फिर भी ये लोग बदतमीजी से हमें खदेड़ना स्टार्ट करते हैं। हमारे साथियों के साथ मारपीट होती है, हमारे साथियों के हाथ से खून बह रहा है, यहाँ पर चोट लगी है हाथों में, एकदम इतनी बुरी तरीके से खदेड़ के मारा पीटा जाता है, महिलाओं के साथ मारपीट होती है। हमारी ये डिमांड है। അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ചുരുക്കി പറയാം ഇത്രയേ ഉള്ളൂ. ഒന്ന്, എക്സാം പോസ്റ്റ്പോൺ ചെയ്യുക. അതായത് ഇവര് 11:30 ഇന്ന് രാവിലെ 11:30 സ്റ്റുഡൻസ് ഒക്കെ ഡിമാൻഡ് ചെയ്തു. അതായത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ആയിരുന്നു. അതായത് 28-ാം തീയതിയുള്ള മെയ് 28-ാം തീയതിയുള്ള എക്സാം എന്ത് ചെയ്യണം, പോസ്റ്റ്പോൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഓൾ DU സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. എന്നാൽ ഇതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫാക്കൽറ്റി ഓഫ് ലോ അവരുടെ എക്സാം എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് ജൂലൈ 4-ാം തീയതിയേക്ക്. എന്നാൽ ഇതേ കാര്യം മറ്റു സ്റ്റുഡൻസിനും ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, അലിഗേഷൻ ഓഫ് ബ്രൂട്ടാലിറ്റി, അതായത് അനന്യ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പീസ്ഫുൾ ആയിട്ട് ഒരു മെമ്മറാണ്ടം ഏൽപ്പിക്കാനായിരുന്നു പോയത്, പക്ഷെങ്കിൽ സെക്യൂരിറ്റിയും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോഴ്സ്ഫുള്ളി, അതായത് മാൻ ഹാൻഡിൽ ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ ഈ പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. അതായത് ഇതാണ് ചുരുക്കത്തിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ തരത്തിലുള്ള പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ, അതായത് ഗവൺമെന്റ്, അതായത് പബ്ലിക് ഗസറ്റഡ് ഹോളിഡേ ആയിട്ടും അന്നും എക്സാം വെക്കുമെന്നുള്ള ഒരു വാശിയിലാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഉള്ളത്. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. നമുക്കറിയാം, ഇന്ത്യയിൽ പല വിഷയങ്ങളും നിൽക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ അന്ധഭക്തന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് എനിക്കറിയില്ല പന്നികളെ ദൈവമായിട്ട് കാണുമെന്ന്, പക്ഷെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളത് പുതിയ ഒരു ദൈവമായി പന്നിയെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയില്ല, അതായത് പന്നികളെ ആരാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള കാര്യം അങ്ങനെയാണ്. അത് മാത്രമല്ല, ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്, അത് കാണാം. അതായത് ഈ പന്നികളുമായിട്ട് വന്നിട്ടുള്ളത് സകൽ ഹിന്ദു സമാജിന്റെ ആളുകളാണ്. ഇവർ പൂനം ക്ലസ്റ്റർ സൊസൈറ്റിയിലേക്ക് പന്നിയുമായിട്ട് എന്താ പറയുക, പ്രൊട്ടസ്റ്റ് ആയിട്ട് കയറുകയാണ്. അതായത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സൊസൈറ്റിയിൽ ഈ ബലിപെരുന്നാളിന് അറക്കുമല്ലോ, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആടുകളെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് ഇവർ ഇറങ്ങിയിട്ടുള്ളത്. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക്, അതായത് അവിടെയുള്ള മുസ്ലിങ്ങൾക്കെതിരെ, അതായത് കാരണം ഒരു ടോക്കുണ്ട്, അതായത് പന്നി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്ത ഒരു കാര്യമാണെന്ന്. അപ്പോൾ ഇത് വെച്ചിട്ട് അവരെ ടോർച്ചർ ചെയ്യാനും ഹറാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടാണ്, അതായത് ഒരു മാർഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതായത് അതൊരു പ്രൊട്ടസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് വരുന്നതേ ഉള്ളൂ.
അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അതുപോലെ ഈ പശുവിനെ കൊല്ലരുത് അല്ലെങ്കിൽ അറക്കരുത് എന്ന് പറയുന്നവരോട് പറയാനുള്ള ഒരു കാര്യം, അവർ പറയുന്നത് ഇത് ഗോമാതാവാണ് എന്നാണ്. ഓക്കെ, റെസ്പെക്ട് ചെയ്യുന്നു, ഗോമാതാവാണ്. അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനിൽ ഒരു സ്ഥലമുണ്ട്, രാജസ്ഥാനിലല്ല ഉത്തർപ്രദേശിലും ഉണ്ട്, അങ്ങനെ 1-2 സ്ഥലമുണ്ട്. ഇപ്പൊ രാജസ്ഥാനിലെ 300 മുതൽ 500 വരെ ഈ പറയുന്ന ഗോമാതാവ് പശു ചത്തിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ അതിനെ പരിപാലിക്കാത്തതും അതിന് കൃത്യമായ രീതിയിൽ ഫുഡ് കിട്ടാത്തതും ഒക്കെ കൊണ്ടാണ് അതൊക്കെ അവിടെ ചത്ത് വീണിട്ടുള്ളത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുൻപ് അതിനെ പോയി കൃത്യമായ രീതിയിൽ അതിന് വേണ്ട ഫുഡും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അതിനെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇപ്പോൾ ചത്ത് വീഴില്ലായിരുന്നു. ഇത് രാജസ്ഥാനിൽ മാത്രമല്ല, ഉത്തർപ്രദേശിലുമുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുള്ള വീഡിയോസ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഇതിനെ പരിപാലിക്കാത്തതുകൊണ്ട് ഇതൊക്കെ ചാവുന്നത്. ആദ്യം അതിനെ പരിപാലിക്കൂ, കാരണം അതും ഈ പറയുന്ന ഗോമാതാവ് തന്നെയാണ്. അപ്പോൾ അതിനെയും കൃത്യമായ രീതിയിൽ നമ്മൾ നോക്കേണ്ടതാണ്. ഇനി മറ്റു മൃഗങ്ങളോടുള്ള ക്രൂവാലിറ്റി, അതായത് ക്രൂരതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നവരോട് ഈ വീഡിയോ ഒന്ന് കാണാം. കണ്ടല്ലേ, ഇത് ഫുൾ വീഡിയോ ഉണ്ട്. ഇത് മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് ഒട്ടനവധി വീഡിയോസ് വേറെതും ഉണ്ട്. അതായത് യഥാർത്ഥ ക്രൂരത ഇതൊക്കെയാണ്. ഈ മുസ്ലിങ്ങൾ അറക്കാനെടുക്കുമ്പോൾ, കൊല്ലാനെടുക്കുമ്പോൾ അല്ലെങ്കിൽ അറക്കാനെടുക്കുമ്പോൾ അവർ ഇതിനൊക്കെ ഓരോ നിയമങ്ങളുണ്ട്. അതായത് ഇത്ര വയസ്സാവണം, അല്ലെങ്കിൽ ഇത്ര പ്രായമാവണം അതിന്, അങ്ങനെ എന്തൊക്കെയോ കണക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ ആയാൽ, അതുപോലെ അതിന് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യമുണ്ട് എല്ലാം നോക്കിയിട്ടേ അവർ ഇതിനെ അറക്കാനെടുക്കുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്രൂരത ചെയ്യുന്നത് ആരാണ്? ഇതുപോലെ ഒട്ടനവധി വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലത്തു നിന്നും പല ആളുകൾ ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഈ പക്ഷിയൊക്കെ ഉണ്ടല്ലോ, ഈ പക്ഷിയെ ജീവനോടെ പിടിച്ചിട്ട് ഇങ്ങനെ കടിച്ച് തിന്നുന്ന വീഡിയോ, അത് ഏതോ ആചാരമാണ് പോലും, എനിക്ക് അതിന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അതൊരു ആചാരമാണെന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു അമ്പലത്തിൽ നിന്നാണ് ഈ കാര്യം നടക്കുന്നത്. ഓക്കെ, നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നല്ല, നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി രീതിയിൽ വീക്ഷിച്ചിട്ട് വേണം ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ വേണ്ടി. മുസ്ലിങ്ങളെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് മുസ്ലിം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്നുള്ള രീതിയിലേക്ക് എത്തരുത്. അതിനു മുൻപായി സ്വന്തം കമ്മ്യൂണിറ്റി, സ്വന്തം മതത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അത് ചൂണ്ടിക്കാണിച്ച് അത് ശരിയാക്കുക. എന്നിട്ട് സമയമുണ്ടെങ്കിൽ മറ്റു മതസ്ഥരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പോയാൽ പോരെ? അതല്ലേ അതിന്റെ ശരി. അത് മാത്രമല്ല, ഈ റിലീജിയസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ മറക്കരുത്, ഇന്ത്യയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുക.